ലൈംഗിക ചൂഷണ ആരോപണങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്നും കോൺഗ്രസിനകത്തുനിന്നുമൊക്കെ പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതിൽ ക്രൈംബ്രാഞ്ചാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പക്ഷേ ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കാരണം ഇതിൽ പരാതി നൽകിയിട്ടുള്ളവരിൽ നിന്നൊക്കെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരുന്നു. പക്ഷേ അവരിൽ ആരും തന്നെ, അതായത് ഇരകൾ ആരും തന്നെ നിയമപരമായി മുന്നോട്ടു പോകാൻ, കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ആരും തന്നെ പരാതി നൽകാൻ ഒരുക്കമല്ല. അത് ക്രൈംബ്രാഞ്ചിനെ വലിയ രീതിയിൽ കുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി കേരളത്തിൽ സജീവമാകുന്നത്. ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും സഭയിലെത്തും. അപ്പോൾ അവിടെ കോൺഗ്രസ് ഒരു സുരക്ഷിതത്വം, ഒരു സുരക്ഷാ കവചം ഒരുക്കുമോ എന്നൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും രാഹുൽ മാങ്കൂട്ടത്തിനായി വലിയ ചരടുവലികൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ. അതിൽ രാഹുൽ പക്ഷവും അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ പക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിനായി നീക്കങ്ങൾ ശക്തമാകുന്നുണ്ട്. ഇന്നിപ്പോൾ സതീഷിനെതിരെയും ചെന്നിത്തലയ്ക്കെതിരെയും DGPക്ക് പരാതി നൽകിയ യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗൂഢാലോചനയിൽ ഇരുവർക്കും പങ്കുണ്ട് എന്നാണ്. അപ്പോൾ രാഹുലിനെതിരായ നീക്കങ്ങൾ സജീവമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിഷാദ്, എന്താണ് ഒരു അതിശക്തനായുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവായിരിക്കുമോ കേരളം കാണാൻ പോകുന്നത്? അതിശക്തനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ സ്വീകാര്യതയോടെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നതേയില്ല. പിന്നെയും ഈ ബഹളം ഉണ്ടാക്കുക വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ തിരികെ വരാൻ പോവുകയാണ് എന്ന് പ്രചരിപ്പിക്കുക വഴി അതിൻ്റെ നഷ്ടം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. കാരണം അയാൾക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പ്രതലം ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു പ്രതലം രൂപപ്പെട്ടിട്ടില്ല എന്നിരിക്കെ അയാളെ ഫോഴ്സ് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. അയാൾക്ക് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആരാണോ പറയാൻ ശ്രമിക്കുന്നത് അവർ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവർ ആത്മഹത്യാപരമായ സമീപനം എടുക്കുകയാണെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം എന്താണ്, ഈ പ്രശ്നം ഇവർ ഒരുമിച്ച് ആലോചിച്ച് പരിഹരിച്ച ഒന്നാണ്. ഇയാൾക്കെതിരെ പരാതി ഉയർന്നു വരുന്നു, പല പരാതികൾ ഉയർന്നു വരുന്നു. ഉയർന്നു വന്ന പരാതികൾ കേവലം പുറത്തു നിന്നുള്ളവയല്ല, അകത്തു നിന്നുള്ള പരാതിയുണ്ട്. അകത്ത് അനുഭവസ്ഥരായ മനുഷ്യർ, പാർട്ടി നേതാക്കൾ, വനിതകൾ, നേതാക്കളുടെ മക്കൾ തുടങ്ങിയവരൊക്കെ പരാതി ഉന്നയിച്ച സവിശേഷ സ്വഭാവമുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിനി നമുക്ക് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇയാളെ വെച്ചുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം സാധ്യമല്ല. അത് നമ്മുടെ മൊത്തത്തിലുള്ള ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒന്നാണെന്ന് പൊതുവായി ആലോചിച്ച് അയാളെ മാറ്റി നിർത്താൻ ഒരു തീരുമാനമെടുക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്നു. അയാളെ MLA പദവിയിൽ നിന്ന് അയാളെ ഇതിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു. എന്നിട്ട് പുറത്തിറങ്ങി ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇനി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് സമയമാണ്, മറ്റത് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു, ആ സംഭവത്തിൽ കുരുക്കി ഇനി ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പോരാട്ടത്തെ വഴിതിരിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചതാണ്. അതെന്ന് വെച്ചാൽ റൈറ്റ് പൊസിഷനായിരുന്നു. കാരണം ഒരു സംഗതി വരുന്നു, സാധാരണ നിലയ്ക്ക് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാത്ത ഒരു നടപടി സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ പദവിയിൽ നിന്ന് ഇത് വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ, എടുത്തു മാറ്റി എന്ന് മാത്രമല്ല പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല, വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തി. ഒരർത്ഥത്തിൽ മാതൃകാപരമായ നടപടി തന്നെ സ്വീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫുൾ ഫോഴ്സ് നമ്മൾ ഒരുമിച്ച് സർക്കാരിനെതിരെ നീങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചലിക്കേണ്ടിയിരുന്ന പാർട്ടി സംവിധാനം ഒരു ഘട്ടത്തിൽ പാതിയിൽ നിന്നിട്ട് സതീശനെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. അങ്ങേയറ്റം ആത്മഹത്യാപരമാണല്ലോ ഇത്. കാരണം എന്താണ്, ഒരുമിച്ചെടുത്ത തീരുമാനം നടപ്പിലാക്കിയത് ഈ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എന്താ ജനം കാണുന്നത്, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കോൺഗ്രസ് പാർട്ടി ശൈഥില്യത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഒരു ഘട്ടം വരെ നമ്മൾ കണ്ടത് എന്താണ്, ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തർക്കവിതർക്കങ്ങളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ ഏകോപിതമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ്, ഒറ്റക്കെട്ടായി നിൽക്കുന്ന കോൺഗ്രസ്, VD സതീശൻ, ഷാഫി പറമ്പിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരുമുള്ള ശൈഥില്യങ്ങളില്ലാത്ത ഒരു കോൺഗ്രസിനെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അത് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ആളുകൾ എടുക്കുകയും അതിന് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അവർക്ക് പിന്നാലെ കൊടുക്കുകയും ചെയ്തല്ലോ, കണ്ടതല്ലേ. ഇപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, അറ്റ് പ്രസന്റ് എന്താ അവസ്ഥ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഈ VD സതീശനെ പുകഴ്ത്തിയ ആളുകൾ തന്നെ VD സതീശനെ ആക്രമിക്കുകയാണ്. എന്താ VD സതീശൻ ചെയ്ത് തെറ്റെന്താണ്, VD സതീശൻ ചെയ്ത് തെറ്റെന്താണ്? VD സതീശൻ്റെ മുമ്പിലേക്ക് ഒരു പരാതി ഉയർന്നു വരുന്നു, അത് പല പരാതികളാകുന്നു. ആ പരാതിയുടെ ഉടമസ്ഥർ എന്ന് പറയുന്ന ആളുകൾ അകത്ത് തന്നെയുള്ള ആൾക്കാരായിട്ട് വരുന്നു. മാറ്റിയിരുത്തിയേ പറ്റൂ. ഇയാളെ പാർലമെന്ററി പാർട്ടിയിൽ ഇരുത്തിക്കൊണ്ട് ഇനി പിണറായി വിജയനോട് സ്ത്രീ സുരക്ഷ എവിടെയെന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴല്ലേ മാറ്റിയിരുത്തുന്നത്. എന്താ ചെയ്യേണ്ടിയിരുന്നത്? പിന്നെ ഈ പരാതി ഉണ്ടായിരുന്ന ആളെ കൂടെ നിർത്തണമായിരുന്നോ? ഇയാളെ ഒരു പദവിയിൽ നിന്ന് മാറ്റാതെ ഇയാളെ സംരക്ഷിച്ച് അഴുകി നാറണമായിരുന്നോ? എന്താണ് അയാൾ ചെയ്യേണ്ടിയിരുന്നത്? കാരണം ഗവൺമെൻറ്റിനോട് ഈ സ്ത്രീ സുരക്ഷ അടക്കമുള്ള പ്രശ്നങ്ങളിൽ വലിയ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ പറയുന്ന ഓഡിയോ സംഭാഷണം അടക്കം പുറത്തു വരികയാണ്. അങ്ങനെയുള്ള എങ്ങനെ സംരക്ഷിക്കും, എങ്ങനെ സംരക്ഷിക്കണമായിരുന്നു എന്നാണ് ഇയാളെ ഒറ്റപ്പെടുത്തരുത് എന്ന് പറയുന്ന കോൺഗ്രസിലെ അകത്ത് പറയുന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നത്. എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഇനിയിപ്പോൾ ഇയാൾ തിരിച്ചു വരാൻ പോകുന്നത് പറയുന്നു. തിരിച്ചു വന്നാൽ അയാൾ ആദ്യം മാധ്യമങ്ങളെ കാണുമ്പോൾ ആദ്യം പറയേണ്ട ഉത്തരം ഏതാണ് ദിവ്യ? ആദ്യം പറയേണ്ട ഉത്തരം ആ ഓഡിയോ സംഭാഷണത്തിൽ ഗർഭഛിദ്രം നടത്താൻ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളാണോ എന്നതിന് ഉത്തരം പറഞ്ഞിട്ട് വേറെ എന്തും പറയാൻ പറ്റൂ. അത് ആണെന്ന് പറയാനിരിക്കുകയാണോ? ആണെന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേരെടുത്ത് കാട്ടിക്കളയും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നം വിശദീകരിക്കാതെ, അത് സതീശന് മനസ്സിലായി,
കാരണം ഇതിനെല്ലാം എവിഡൻസ് ഉണ്ടെന്ന് ആദ്യം വന്നിട്ടുള്ള പരാതികളുടെ ഒരു കൂമ്പാരം സതീശന്റെ മേശപ്പുറത്തുണ്ട്. ഇപ്പം ഇനി ഇയാളെ വീണ്ടും എടുക്കാൻ തീരുമാനിച്ചാൽ വീണ്ടും ഈ പരാതികൾ ഉയർന്നു വരും. അത് ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. ഇത് ഈ മണിക്കൂറിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വേറെ വിഷയങ്ങൾ എടുക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ടാണ്. അയാൾ ധാരണയുള്ള പൊളിറ്റീഷ്യനാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് അവസാനിപ്പിച്ച് മാറ്റി നിർത്തണം. ആരെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഒരു രാഹുൽ മാങ്കൂട്ടത്തിലാണോ കോൺഗ്രസിന്റെ ശക്തി, യൂത്ത് കോൺഗ്രസിന്റെ ശക്തി? അയാളില്ലെങ്കിൽ എന്താ? അയാളെ മാറ്റി നിർത്തിയിട്ടാണ് ഒരു പോരാട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നെങ്കിൽ മാറ്റി നിർത്തണം. ഇനി വി ഡി സതീശൻ അയാളാണ് മാറണമെങ്കിൽ അയാൾ മാറണം, അല്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടൽ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര പൂർണ്ണമാവില്ല എന്ന് ആരാ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില ക്ലോസ് ഐഡിയകളുണ്ടാവും. ബാക്കി കോൺഗ്രസിന് പ്രധാനമാണോ? ഒരു നേതാവും അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരില്ല. അപ്പോൾ അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് ചോദിച്ചാൽ ഇതായിരിക്കും. ഇപ്പോൾ എന്താ വീണ്ടും ഇപ്പോൾ സതീശനെ ആക്രമിക്കുകയാണ്. സതീശനെ ആക്രമിക്കുന്നതിന് പിന്നിൽ സവിശേഷമായ താല്പര്യങ്ങളും കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. സതീശനെ പല പേരുകളിട്ട് ആക്ഷേപിച്ച് വിളിക്കുക, ചില യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ്. ചില വ്യക്തികളെ വാടകയ്ക്കെടുത്ത് അവരെ കൊണ്ടിരിക്കുന്ന സംഗതികൾ ജനറേറ്റ് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ള ഈ മൊഴികൾക്കും താല്പര്യങ്ങൾക്കും എല്ലാം പിന്നിലുള്ളത് അതാണെന്ന് ഞാൻ പറയും. അല്ല, ഈ പറയുന്ന ആളുകൾ അഗ്നിശുദ്ധി വരുത്തി എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയേണ്ട ഒരു കാര്യം എന്തായിരുന്നു? ആ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ഗർഭചിത്രം നടത്തണം എന്ന് പറഞ്ഞ ആൾ എന്തിനു പറഞ്ഞു? അത് വിശദീകരിക്കാൻ കഴിയില്ല മാങ്കൂട്ടത്തിന്. അതുകൊണ്ടാണല്ലോ ആദ്യം വന്ന് ട്രാൻസ്ജെൻഡർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട സംഗതി പറഞ്ഞു പെട്ടെന്ന് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. അത് എന്തുകൊണ്ടാണ് ഇത് വിശദീകരിക്കാഞ്ഞത്? ഈ ടെലിഫോൺ സംഭാഷണം അതിന് തിരക്കൊന്നുമില്ല, വെറുതെ വീട്ടിരിക്കല്ലേ. മാധ്യമങ്ങൾക്കും ഇല്ല തിരക്ക്. ഞാൻ വീണ്ടും പറയാണ്, അദ്ദേഹം വന്നാൽ നമുക്ക് കേൾക്കാൻ സമയമുണ്ട്. പക്ഷെ എന്താ വരാത്ത എന്താണ്? അത് വിശദീകരിക്കാൻ കഴിയില്ല. അതാണ് മറുപടിയില്ല. ആ മറുപടി ഇയാൾക്കില്ലെന്നും ആ മറുപടി നമ്മൾ കിടന്ന് പറയേണ്ടി വരുമെന്നും സതീശൻ അറിയാം. അതുകൊണ്ടാണ് നിർത്തിക്കോളൂ എന്ന് പറഞ്ഞത്. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മാറിയ കാലമാണ്, മനുഷ്യർക്കെല്ലാം ധാരണയുള്ള കാലമാണ്. അവിടെ നിങ്ങളുടെ കയ്യിൽ പോയിന്റ് ഇല്ലെങ്കിൽ വെറുതെ കിടന്ന് മെഴുകാം, നിങ്ങൾക്ക് പരാജയപ്പെടാം. അത് അറിയാവുന്നതുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ട പോയിന്റിൽ അവസാനിപ്പിച്ച് അടുത്തേക്ക് പോകണം. ഈ പരാതിയൊക്കെ നേരത്തെ മുമ്പിൽ വന്നപ്പോൾ അവസാനിപ്പിക്കണം ഇതൊക്കെ കേട്ടോ, പ്രധാനപ്പെട്ട കസേരയിലാണ് ഇരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇവരൊക്കെ പറഞ്ഞാണ്. അവസാനിപ്പിക്കുക. അതൊരു ഹാബിച്വൽ കുഴപ്പക്കാരനായിട്ട് പോയപ്പോഴാണ് ഇനി താങ്ങാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. അതുകൊണ്ട് ഇതിൽ വി ഡി സതീശനെ നിങ്ങൾ അപായപ്പെടുത്താനാണ് ഇതിനകത്ത് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നടങ്കം തോക്കാൻ പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നടങ്കം തോക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന റൈറ്റ് പൊസിഷൻ വി ഡി സതീശൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് നിൽക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ തോക്കാം എന്നാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ പരാതിയുടെ സവിശേഷത ഇത് പുറത്തു നിന്നുള്ള ആളുകൾ കൊടുത്തിട്ടുള്ളതല്ല. രാഷ്ട്രീയ എതിരാളികൾ കെട്ടിച്ചമച്ച പരാതി എന്ന് പറയാൻ കഴിയില്ല. കാരണം അകത്ത് പരാതിക്കാരുണ്ട്. താരാട്ടോജോടെ അടക്കം പരാതി നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സതീശനാണ് ഈ പരാതി അകത്തുനിന്നുള്ളതാണ്. അകത്തുനിന്നുള്ള ആൾക്ക് അവർക്കെല്ലാം ഫീൽ ചെയ്യുന്നതല്ലേ. ആരെല്ലാമോ പരാതി പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. സോ അതുകൊണ്ട് ഇദ്ദേഹം തിരിച്ചു വരാൻ സമയമായിരിക്കുന്നു, അഗ്നിശുദ്ധിയുടെ സമയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു പ്രത്യേക താല്പര്യ കേന്ദ്രം. അത് ആദ്യം തന്നെ ഇപ്പം ഈ എന്താ പറയുന്നത്, പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെങ്കിൽ അതിന് രാഹുൽ മാങ്കൂട്ടം തന്നെയും വിചാരിക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കൂട്ടമാണ് ഈ പറയുന്ന മൊത്തം വൃത്തികേടും വിളിച്ചു പറഞ്ഞ ആൾക്കാർ, മൊത്തം വൃത്തികേടും വിളിച്ചു പറഞ്ഞ ആൾക്കാർ. അത് രാഹുൽ മാങ്കൂട്ടമോ രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ സ്വാധീനമുള്ള മറ്റാരുണ്ടെങ്കിൽ അവരോ ഇടപെട്ടിട്ട് അവസാനിപ്പിക്കാൻ പറയണം. ഇല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം അവരാണിതിന് പിന്നിൽ പണിയെടുക്കുന്നത് എന്ന കാര്യം നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ അയ്യോ നീതി കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന നീതിദാഹികളായ സാധാരണ നിഷ്കളങ്കരായ മനുഷ്യർ ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പൊരുതുകയാണ് എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. എല്ലാവരും അരിയാഹാരവും ചപ്പാത്തിയും കഴിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ആരാണ് പണിയെടുക്കുന്നതെന്ന്. അതുകൊണ്ട് അത് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊലയോടെ വീഴാം. ശ്രീ രാഹുലിനായി വലിയ നീക്കം നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നു. ആരാണ് ഈ രാഹുൽ? എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടം കോൺഗ്രസിനകത്തുള്ള ആളുകൾ ചേർന്ന് ഈ രാഹുലിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നത്? അല്ല, രാഹുലിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഇപ്പം സോഷ്യൽ മീഡിയയിലാണ് അവരൊരു ക്യാമ്പയിൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ കാണുന്നുണ്ടത്. അപ്പോൾ അവരുടെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എന്താണ്, ഇദ്ദേഹത്തിനെതിരെ പരാതിയില്ലല്ലോ. ഭയങ്കര ഒരു ലോ പോയിൻ്റാണ് കേട്ടോ. ഇദ്ദേഹത്തിനെതിരെ എവിടെയും പരാതിയില്ല. പരാതി എന്ന് വെച്ചാൽ പോലീസ് കംപ്ലയിൻ്റ് ഇല്ലല്ലോ എന്നുള്ളതാണ്. നിയമപരമായി പ്രശ്നമില്ല. പോലീസ് കംപ്ലയിൻ്റ് ഉള്ള ആളുകൾ ഇപ്പോൾ ഇവിടെയെല്ലാം വാഴുന്നുണ്ട്, MLA ഇരിക്കുന്നുണ്ട്, പാർട്ടി മന്ത്രിമാരായിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസ് കംപ്ലയിൻറ്റ് പോലും ഇല്ലാത്ത ഞങ്ങൾ രാഹുൽ ചേട്ടൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടൊരു കാര്യം, അല്ല നമ്മൾ കണ്ട കാര്യമല്ല, രാഹുലും അയാളുടെ അനുയായികളും കാണേണ്ടൊരു കാര്യം, പലതും പോലീസ് കംപ്ലയിൻ്റായി വരാത്തത് പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിലെടുത്തുള്ള കർക്കശമായ തീരുമാനം കൊണ്ടാണ്. അത് അപ്പോൾ പാർട്ടി അത് അറ്റൻഡ് ചെയ്തല്ലോ, ഇങ്ങനെ മാറ്റി നിർത്തിയല്ലോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഈ പറഞ്ഞാൽ സകല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ ഒരു അസാധാരണമായ ഒരു തീരുമാനം, ധീരമായൊരു തീരുമാനം പാർട്ടി എടുത്തു. ഈ പരാതിക്കാരിൽ അല്ലെങ്കിൽ പരാതിക്കാരെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് പരാതി പറഞ്ഞ ആളുകൾ പാർട്ടിക്കാർ തന്നെയാണ്, പാർട്ടിയുടെ പ്രവർത്തകരാണ്, കുടുംബാംഗങ്ങളാണ്, മക്കളാണ്, നേതാക്കന്മാരുടെ മക്കൾ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ പാർട്ടി സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ അറ്റൻഡ് ചെയ്തത് കൊണ്ട് കൂടിയാണ് എന്ത്
ഒരു പോലീസ് കംപ്ലയിൻറ്റ് ഇല്ലാതെ നിൽക്കുന്നത്. അത് ഈ ചങ്ങായി മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് കിടന്ന് ബഹളം വെക്കുന്ന ടീമുണ്ടല്ലോ, അവരത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ അത് ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞും അങ്ങേരുടെ പിന്തുണയിൽ തന്നെ ആയിരിക്കും ഈ ഏർപ്പാടുകളൊക്കെ നടക്കുന്നുണ്ടാകുക. രാഹുൽ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ നിഷാദ് പറഞ്ഞ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഐഡിയിൽ നിന്ന് എന്താണ്, ഒരു നിലയത്തിൽ നിന്ന് എന്ത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു, അതെങ്ങനെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത്, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഈ നിലക്കാണ് പോകുന്നതിൽ കൂടുതൽ വഷളാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ വഷളാവുന്ന മാത്രമല്ല, പാർട്ടിയെയും കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ് ചെയ്യുന്നത്. അത് പാർട്ടിയിലെ നേതൃത്വം അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കരിയറിലേക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു വരാം, അതിന് എന്താണ് വിജയശ്രീലാളിതനായി അഗ്നിശുദ്ധി വരുത്തി ഉടൻ തിരിച്ചു വരാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്നത്. നടക്കില്ല. രാഹുൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വ്യക്തിപരമായ ഒരു എന്താ പറയുക, ഒരു റീമേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്തായിരുന്നു പറ്റിപ്പോയ വീഴ്ചകൾ, കുഴപ്പങ്ങൾ, അതേക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തട്ടെ. അപ്പോൾ അത് തിരുത്തി ഒരു പുതിയ വ്യക്തിയായി തെറ്റ് തിരുത്തി പുതിയൊരു ലൈഫിലേക്ക് കടക്കാനാണ് അയാൾ ശ്രമിക്കേണ്ടത്. വെറുതെ ഈ പറയുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ ഗിമ്മിക്കുകൾ, സോഷ്യൽ മീഡിയയിലൂടെ നേൽയുദ്ധങ്ങൾ, അത് രാഹുലിനെയും കൂടുതൽ വഷളാക്കും, പാർട്ടി കുഴിയിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്താൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, അതാണ് ശരിയാണ്. പരാതിയില്ല, ഇരകൾ ആരും തന്നെ ഒരു കേസും കൊടുത്തിട്ടില്ല. പക്ഷേ പൊതുജനത്തിൻ്റെ മുൻപിൽ ഈ കണ്ട വാട്സാപ്പ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ എല്ലാവരും കേട്ടതാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടും. പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും.